സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ ആദ്യഘട്ട വിതരണം ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയായ 1600 രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുന്നു. തൊട്ടടുത്തുള്ള ആഴ്ചകളിലായി ഗുണഭോക്താക്കൾക്ക് 4800 രൂപ വീതമാണ് പുതിയ സാമ്പത്തിക വർഷം ലഭിക്കാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതവും പിന്നീട് ഒരു ഗഡു കുടിശ്ശികയും ചേർത്ത് 3200 രൂപ വീതവും എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. തിങ്കളാഴ്ച മുതലാണ് വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിതരണം ആരംഭിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ്. നിലവിൽ 16 മാസത്തിലെ കുടിശ്ശികയുണ്ടെങ്കിലും ഒരു മാസത്തിലെ പെൻഷൻ തുകയായ 1600 രൂപയാണ് മാർച്ച് 24 തിങ്കൾ മുതൽ വിതരണം ആരംഭിക്കുക എന്നതാണ് ഏറ്റവും പുതിയതായി ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് കഴിഞ്ഞ് വരുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ഇതോടൊപ്പം തന്നെ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൊണ്ട് ക്ഷേമനിധി പെൻഷൻ നൽകുന്ന 16 ക്ഷേമനിധി ബോർഡുകൾ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള തുക വിതരണവുമാണ്. ഇതിനായി ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും 1000 കോടി രൂപ വായ്പ എടുക്കാനും ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31 മുൻപായി സർക്കാർ തലത്തിലുള്ള ബില്ലുകളും മറ്റ് ചിലവുകൾക്കുമായി ഭീമമായ തുകയാണ് സംസ്ഥാന സർക്കാരിന് കണ്ടെത്തുവാനുള്ളത്. അതിനിടയിൽ തന്നെയാണ് മാർച്ച് മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണവും നടത്തുന്നത്. ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് കഴിഞ്ഞാൽ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവുകൾ എത്തിച്ചേരും. മാർച്ച് 24-25 തീയതികളിൽ രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ 48 മണിക്കൂർ ദേശീയ പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മാർച്ച് 26 ബുധനാഴ്ച മുതലേ ബാങ്ക് വഴിയുള്ള പെൻഷൻ വിതരണവുമൊക്കെ ആരംഭിക്കുകയുള്ളൂ. ഏതായാലും അടുത്തയാഴ്ച തന്നെ മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നു തുടങ്ങും. മാർച്ച് 31 റംസാൻ പെരുന്നാൾ കൂടി വരുന്നതിനാൽ അതിനു മുന്നോടിയായി പരമാവധി ഗുണഭോക്താക്കളിലേക്ക് വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമം. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.